നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരർത്ഥത്തിൽ ഒട്ടേറെ പേർ കാത്തിരുന്ന വാർത്തയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം. 2022 രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ ഇതിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. റെയ്ഡ് നടന്നതിന് പിന്നാലെയാണ് നിരോധനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. PFIയുടെ 8 അനുബന്ധ സംഘടനകളെയും 5 വർഷത്തേക്ക് വിലക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് PFIക്കും അതിന്റെ അനുബന്ധ സംഘടനകൾക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്, സിറിയ തുടങ്ങിയ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. മാത്രമല്ല, ഈ സംഘടന രാജ്യത്തെ ഒരു പ്രത്യേക സമുദായത്തിൽ തീവ്രവാദം വളർത്തുന്നു. കൂടാതെ PFIയും അതിന്റെ കേഡറുകളും രാജ്യത്ത് അക്രമപരവും ഭീകരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ആവർത്തിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യവ്യാപക റെയ്ഡിന് അറസ്റ്റിന് പിന്നാലെ PFI നിരോധിക്കുമെന്നുള്ള ഏകദേശ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒപ്പം ചില സംസ്ഥാനങ്ങൾ നിരോധന ആവശ്യം ഉന്നയിച്ചതും നിർണായകമായി. നിരോധിക്കാനുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയതും. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ വധിക്കേണ്ട 950 പേരുടെ ഹിറ്റ് ലിസ്റ്റ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ PFI തയ്യാറാക്കിയതായി NIA കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നതും 2022 വാർത്തകളാണ്. പോപ്പുലർ ഫ്രണ്ടിന് നിരോധിച്ചതിന് പിന്നാലെ സംഘടനയിൽ നിന്ന് ഭീഷണി ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന കേരളത്തിലെ 5 RSS നേതാക്കൾക്ക് Y കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. NIA രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിനിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് അടക്കം പിടിച്ചെടുത്തുവെന്ന വിവരം പുറത്തു വന്നിരുന്നു. PFIക്ക് സർവീസ് വിംഗ് അഥവാ ഹിറ്റ് വിംഗ് ഉണ്ട്. ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ ഇല്ലാതാക്കാൻ നിയോഗിച്ചവരാണ് ഇവർ. ഇതിൽ അംഗങ്ങൾക്ക് ശാരീരിക ആയുധ പരിശീലനം നൽകാനും പ്രത്യേക വിഭാഗമുണ്ട്. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും NIA പറയുന്നു. കേരളത്തിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി പട്ടികയിൽ ഉൾപ്പെടും. തയ്യാറാക്കി കൊലപ്പെടുത്താനുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയുടെയും പേരുകളും ഉണ്ടായിരുന്നു. 3 ഇടങ്ങളിൽ നിന്നാണ് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 950ഓളം ആളുകളുടെ വിവരങ്ങളാണുള്ളത്. ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ഇത് സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിലാണ് വിശദ വിവരങ്ങളുള്ളത്. PFI ഭീകരനായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KV എന്നിവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നതിനിടെയാണ് ദേശീയ ഏജൻസി NIA കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികളുടെ ഹർജി കോടതി തള്ളുകയും ചെയ്തു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീൻ നിന്നുമാണ് 240 പേരുടെ പട്ടിക പിടിച്ചെടുത്തത്. കൂടാതെ മറ്റൊരു പ്രതി അയൂബിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് 500 പേരുടെ പട്ടികയാണ്. മുഹമ്മദ് സാദിഖ് എന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് 232 പേരുടെ പട്ടികയും കണ്ടെടുത്തു. 15ാം പ്രതി അബ്ദുൾ വഹാബിന്റെ പേഴ്സിൽ നിന്നും കണ്ടെടുത്ത 5 പേരുടെ മെയിൻ ഹിറ്റ് ലിസ്റ്റിലാണ് ജില്ലാ ജഡ്ജിയുടെ പേരുള്ളത് എന്നും NIA വ്യക്തമാക്കി. 2022 മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം NIA PFIക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 2022 ഡിസംബറിൽ പാലക്കാട്ടെ RSS ശാരീരിക് ശിക്ഷൻ പ്രമുഖനായിരുന്ന ശ്രീനിവാസന്റെ കൊലപാതകവും NIA ഏറ്റെടുത്തു. ഈ 2 കേസുകളും ഒന്നിച്ചാണ് NIA അന്വേഷിക്കുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ് PFIയുടെ ഇന്ത്യ 2047 അജണ്ടയെന്നും ശ്രീനിവാസന്റെ കൊലപാതകം ഈ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും NIA വാദിക്കുന്നു. ഇന്ത്യ 2047 പദ്ധതിയെക്കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകൾ NIA കണ്ടെടുത്തിട്ടുണ്ട്. NIA റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച കോടതി ഹർജിക്കാരനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. കേസ് വിചാരണയിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഹർജിക്കാരന് ജാമ്യം ലഭിക്കാൻ അർഹതയില്ലെന്നും UAPA പ്രകാരമുള്ള വ്യവസ്ഥ ഈ കേസിൽ ബാധകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണ ഏജൻസികളും നൽകിയ ശുപാർശ കണക്കിലെടുത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ RSS നേതാക്കൾക്ക് Y കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനിച്ചതെന്നാണ് വിവരം. ഏതൊക്കെ നേതാക്കൾക്കാണ് സുരക്ഷ നൽകുക എന്ന കാര്യം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA മീഡിയയും രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും 100 കണക്കിന് PFI പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 22-നായിരുന്നു രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടന്നത്. ഭീകരതയിലൂടെ രാജ്യത്ത് സമാന്തര നീതി വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ശ്രമം രഹസ്യമായി നടത്തിയെന്നാണ് PFIക്കെതിരെയുള്ള ആരോപണം. നേരത്തെ തന്നെ റെയ്ഡിൽ പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പ്രതികൾ ലക്ഷ്യമിട്ടവരെ കുറിച്ചുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഭരണനയങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി ഭീകരത സൃഷ്ടിക്കാനും ഭീകര സംഘടനകളെ ലഷ്കർ ത്വയ്ബ, IS, അൽ ഖ്വയ്ദ എന്നിവയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും ശ്രമിച്ചു.
സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗിച്ചും രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയുമാണ് പ്രതികൾ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കോടതിയെ നേരത്തെയും എൻഐഎ അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനായി പോപ്പുലർ ഫ്രണ്ട് ജിഹാദിന് ശ്രമിച്ചു. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയവർ ജിഹാദിന്റെ ഭാഗമായി തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. വിവിധ മതസ്ഥരിലും വിഭാഗങ്ങളിലും ശത്രുതയുണ്ടാക്കി രാജ്യത്തെ സൗഹാർദ്ദവും സമാധാനവും തകർക്കാൻ ശ്രമിച്ചു. സർക്കാരിന്റെ നയങ്ങളെ തെറ്റായി വളച്ചൊടിച്ചു. വിദ്വേഷ പ്രചാരണത്തിന് ശ്രമിച്ചെന്നും എൻഐഎ PFIക്കെതിരെ ആരോപണം ഉയർത്തിയിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ആഹ്വാനത്തിൽ പ്രതികളുടെ ഉന്നത ബന്ധങ്ങളുണ്ടെന്നും പറയുന്നു. പിടിച്ചെടുത്ത രേഖകളിൽ നിന്നും ചില പ്രത്യേക വിഭാഗങ്ങളുടെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടിരുന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ രഹസ്യ വിവരങ്ങൾ കൈമാറിയുന്നത്. യഥാർത്ഥത്തിൽ PFI എന്താണ് സംഭവിച്ചത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കണക്കുകൂട്ടലിൽ വന്ന പിഴവ്. അതായിരുന്നു ഇന്ന് ആ സംഘടന നിരോധിക്കപ്പെട്ടതിന് കാരണം. ലോകത്തെ 1/6 ജനത്തെ ഉൾക്കൊള്ളുന്ന 4ാമത് വൻശക്തിയായ ഒരു രാഷ്ട്രത്തിന്റെ കരുത്തിനെ കുറച്ചു കണ്ടതാണ് PFIക്ക് പറ്റിയ ഏറ്റവും പ്രധാന അബദ്ധം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലവിലുള്ള സകല സൈനിക ശാക്തിക ബലവും ഇപ്പോൾ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നിട്ടും കളത്തിലിറങ്ങി കളിച്ച PFIയുടെ ആത്മവിശ്വാസമാണ് ഇന്നിപ്പോൾ മണ്ണടിഞ്ഞിരിക്കുന്നത്. രാജ്യം മുഴുവൻ രാഷ്ട്രീയവും ഭരണപരവുമായി കൈവശം വെച്ച് അനുഭവിക്കുന്ന സംഘപരിവാർ തന്നെ ഇനിയും കാലങ്ങളോളം അത് തുടരുമെന്നുള്ളതും ഉറപ്പാണ്. ഒരർത്ഥത്തിൽ ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കലാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അത് ഉടനടി ചെയ്യണമെന്ന ഉദ്ദേശമൊന്നും അവർക്കില്ലെന്നാണ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള പ്രസ്താവന. പതിയെ പതിയെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ രീതി എന്ന് പലപ്പോഴും പലരും ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഒന്നുമല്ലാതിരുന്ന BJP ഇന്ന് അവിടെ ഇരുന്ന് ഭരണം നടത്തുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒരു ലക്ഷ്യം അവർക്ക് അപ്രാപ്യമല്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മോദി മന്ത്രിസഭയുടെ കാലത്ത് നടപ്പാക്കാതിരുന്ന പല തീരുമാനങ്ങളും 2ാം മോദി മന്ത്രിസഭയുടെ കാലത്ത് നടപ്പാകുന്നതും. ഹിന്ദുത്വവൽക്കരണം എന്ന വാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഈ പ്രക്രിയയെ അംഗീകരിക്കുന്നതിനാൽ എതിർ ശബ്ദങ്ങളുടെ ഒച്ച കുറവായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം മത തീവ്രവാദം പടർത്തി മുസ്ലിങ്ങളെ വർഗീയമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് PFI സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയത്. അതിന് മേമ്പൊടിയായി നാട്ടിൽ കലാപം അഴിച്ചുവിട്ട് ഇതര മതസ്ഥരെ ഭയപ്പെടുത്താനും അവർ തയ്യാറായെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഗീയതയിലൂടെയും കലാപത്തിലൂടെയും സംഘപരിവാറിനെ തോൽപ്പിക്കാമെന്ന് കരുതിയ പോപ്പുലർ ഫ്രണ്ടുകാർ സ്വയം കുഴിയാണ് തോണ്ടിയത്. PFIക്കെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമൊക്കെ നിർമ്മിതിയാണെങ്കിൽ തന്നെ അതിനെ പോലും പ്രതിരോധിക്കാനാകാത്ത ഘട്ടത്തിലേക്ക് PFI മാറിക്കഴിഞ്ഞു. റെയ്ഡ് കഴിഞ്ഞ് നാഷണൽ അന്വേഷണ ഏജൻസികൾ കൊണ്ടുപോയ PFI നേതാക്കൾ എന്ന് പുറലോകം കാണുമെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.